ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിസ്മി കിച്ചണിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രെഡ് ഓംലേറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ബ്രെഡ് ഓംലേറ്റ് നമ്മൾ പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. അപ്പം നമ്മളിത് ഏറ്റവും സിമ്പിളായ രീതിയിലുള്ള ബ്രെഡ് ഓംലേറ്റിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉപയോഗിക്കാം, അതേപോലെ തന്നെ 4 മണിക്ക് നമുക്ക് ചായക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പം ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 4 കോഴിമുട്ടയാണ്, ചെറിയ കോഴിമുട്ടയാണ്. അതേപോലെ തന്നെ ഒരു 6 സ്ലൈസ് ബ്രെഡും എടുത്തിട്ടുണ്ട്. അധികം വലുപ്പമില്ലാത്ത, അധികം കട്ടിയില്ലാത്ത ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ കയ്യിൽ ഏത് ബ്രെഡാണ് അവൈലബിൾ അത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ഈ മുട്ട ആദ്യം ഒന്ന് പൊട്ടിച്ചിട്ട് ഇതേപോലൊരു വലിയൊരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇത് ഒരു കുണ്ടുള്ള ഒരു പാത്രം. ഇതിലേക്ക് നമുക്ക് ഒരു മുട്ട വീതം ചേർത്ത് കൊടുക്കാം. നമ്മൾ 4 മുട്ട ഇതുപോലെ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ മുട്ടയിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ഞാൻ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മാത്രം ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് ക്രഷ് ചെയ്ത കുരുമുളക് പൊടിയാണ്, ഫൈനായിട്ട് പൊടിച്ചതല്ല. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് മുളക് പൊടിയാണ്. മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ അതേപോലെ തന്നെ അത് 1 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ഇതുകൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഞാനിത് ഈ ഫോർക്ക് കൊണ്ട് നന്നായിട്ട് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് പച്ചമുളകാണ്. പച്ചമുളകും നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇതൊരു പച്ചമുളകാണ്, ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്, അത് ചേർത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ചെറിയ സവാള വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്, അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് തക്കാളിയാണ്. ഒരു തക്കാളിയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്, അത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. അത് വളരെ ഇതേപോലെ തന്നെ വളരെ ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു ചെറിയ പിടി മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. ഇതേപോലെ ഇങ്ങനെ എടുക്കാൻ പറ്റിയ സൈസ് കുറച്ച് ചെറിയൊരു പിടി, അതായത് ടേബിൾ സ്പൂൺ പറയുകയാണെങ്കിൽ ഒരു 2-2.5 ടേബിൾ സ്പൂണോളം മല്ലിയില ഉണ്ടാകും. മല്ലിയിലയൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. മല്ലിയില കയ്യിലില്ലെങ്കിൽ കറിവേപ്പിൻ്റെ ഇല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതിയാകും. മല്ലിയില ചേർക്കുമ്പോഴാണ് കുറച്ചുകൂടി നമ്മുടെ ഈ ബ്രെഡ് ഓംലേറ്റിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബ്രെഡ് ഓംലേറ്റ് ഉണ്ടാക്കാനായിട്ടുള്ള മുട്ട ഇവിടെ നന്നായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. നമ്മൾ ഇതേപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബട്ടറോ ഓയിലോ നെയ്യോ ഒക്കെ യൂസ് ചെയ്യാം. ഞാൻ ഇതിലേക്ക് ഒരല്പം നെയ്യാണ് യൂസ് ചെയ്യുന്നത്. 1 ടീസ്പൂണോളം നെയ്യ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആ നെയ്യ് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ആ നെയ്യിലേക്ക് നമുക്കത് ഓരോ ബ്രെഡ് വീതം ഇതേപോലെ നന്നായിട്ടൊന്ന് നമ്മുടെ മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് ഇതിങ്ങനെ എടുത്തിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് മുട്ട കൂടി ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, വെക്കുമ്പോൾ നമ്മുടെ ബ്രെഡ് പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകും. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു ഭാഗം ആയിട്ടുണ്ട്, 1 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നമ്മളിതൊന്ന് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ട് നമുക്കിതൊന്ന് മറിച്ചിട്ട് നോക്കാം. കണ്ടോ, കറക്റ്റ് പാകമായിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു മിനിറ്റോ ഒരു 50 സെക്കൻഡൊക്കെ നമുക്കിതേപോലെ മറ്റേ ഭാഗം കൂടി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം.
നമുക്കിതൊന്ന് മറിച്ചിട്ട് നോക്കാം. രണ്ട് ഭാഗവും കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ബ്രെഡ് ഓംപ്ലേറ്റാണിത്. ഇത് നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരേപോലെ ഇഷ്ടമാകുന്ന ഒരു ബ്രെഡ് ഓംപ്ലേറ്റാണിത്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നന്നായിട്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബിസ്മി കിച്ചൻ എന്ന യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കറക്റ്റായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.